പിന്നെ ഗ്ലോബലായിട്ടുണ്ടായൊരു സംഭവമുണ്ട്. ഉക്രൈൻ റഷ്യ വാർ കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് അത് നിൽക്കുന്നു എന്നുള്ള ഡിസംബർ അമേരിക്കൻ താങ്ക്സ് ഗിവിംഗ് ഡേയോട് കൂടി അത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റോടുകൂടി അത് നിൽക്കുന്നു എന്നുള്ള ധാരണയുണ്ടായിരുന്നു. ഗ്ലോബൽ മാർക്കറ്റുകൾ ഉയർന്നു. കാരണം നോക്കുവാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് ആണെങ്കിലും പല ഏഷ്യൻ സിംഗപ്പൂർ മാർക്കറ്റ് ആണെങ്കിലും അത് ശക്തമായി തിരിച്ചു വന്നപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതാണ് അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കെതിരെയുള്ള പ്യൂണിറ്റീവ് ടാരിഫ് 50% ഇങ്ങ് നിലനിൽക്കുകയാണ്. പിന്നീടൊരു കാര്യമുണ്ട്. ഈ അമേരിക്കൻ ടാരിഫ് വന്നിട്ട് ഏകദേശം 3 മാസം 2 മാസം 3 മാസം കൊണ്ട് കഴിയുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ എഫക്റ്റ് വരുന്നത് ഈ നവംബറോട് കൂടിയാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്ടോബറിൽ 9%, അതിനു മുമ്പ് 7%, അങ്ങനെ എക്സ്പോർട്ട് ഡിക്ലൈൻ ചെയ്യുകയാണ്. മറ്റുള്ള പല ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നവർ ദുബായ്, മിഡിൽ ഈസ്റ്റ്, അതേപോലെ വിയറ്റ്നാമിൽ പോയി റീപാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ പണം കൊടുത്തിട്ടാണ് എന്നിട്ടത് അമേരിക്കയിലോട്ട് അയക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നമ്മുടെ പീയൂഷ് ഗോയൽ ഓസ്ട്രേലിയയിൽ പോകുന്നു, മറ്റുള്ള പല രാജ്യങ്ങളിൽ പോകുന്നു, എങ്ങനെങ്കിലും പല രാജ്യങ്ങളുമായിട്ട് ടാരിഫ് അഡ്ജസ്റ്റ് ചെയ്യാനും, അതായത് എക്സ്പോർട്ട് കൂടുതലായിട്ട് കൂടാൻ വേണ്ടി വളരെയധികം ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ അല്ല ഇഷ്യൂ. കാരണം ഈ സാധനം വിദേശത്തോട്ട് പോകണം, വിദേശത്തെ ഡിമാൻഡ് കൂട്ടണം. കാരണം ഇവിടെ അത് പല രീതിയിൽ സർപ്ലസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എക്കോണമിയെയും ജോബിനെയും ബാധിക്കുന്ന രീതിയിലാണ്. നിങ്ങൾ നോക്കുക, നമ്മുടെ ബാങ്കിങ് എന്ന് പറയുന്ന അതിൻ്റെ കുറഞ്ഞുകൊണ്ട് വരും അതിൻ്റെ സ്റ്റോക്കിൽ. അതേപോലെ തന്നെ IT സെക്ടർ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമായിരുന്നു ഇന്ത്യയിൽ. അതായത് H1B, അമേരിക്കൻ ടാരിഫ്, അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം നല്ലതല്ലാത്തത് കൊണ്ടും, അതായത് സെൻറ്റിമെൻറ്റ്സ്, അതിൻ്റെ പേരിൽ IT എന്ന് പറയുന്ന സംഭവം കാര്യമായിട്ടൊന്നും ആകുന്നില്ല. H1B വിസ ഉൾപ്പെടെ ഇന്ത്യക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് പലർക്കും നല്ല രീതിയിൽ ലാഭം കിട്ടിക്കൊണ്ടിരുന്ന H1B വിസ, അതേപോലെ അമേരിക്കൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന അതിന് വലിയ രീതിയിൽ കുറവുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ജോബ് മാർക്കറ്റിലും ഉണ്ടായിട്ടുണ്ട്. AI-യുമായി ബന്ധപ്പെട്ട പല ഇന്ത്യക്കാർക്ക് ജോലി പോകും. ഇതൊക്കെ മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഒരു ഇഷ്യൂ മാത്രമല്ല, പക്ഷെ പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെ അമേരിക്കൻ ടാരിഫ്, അമേരിക്കയായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം തന്നെയാണ്.